കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 4, 24 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ സീദോണിൽ സറാഫത്തിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെയും അടുക്കലേക്ക് ഏലിയ അയക്കപ്പെട്ടിട്ടില്ല. എലീശ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയക്കാരനായ നാമാൻ അല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല. ഇത് കേട്ടപ്പോൾ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. കർത്താവിൻ്റെ സുവിശേഷം. അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, തിരുസഭയിൽ നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന ഒരു വിശുദ്ധൻ, വിശുദ്ധ കാസിമിർ. ആധുനിക ലോകം ഒരുപാട് കാര്യങ്ങൾ ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ നിന്നും പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നില്ലെങ്കിൽ നമുക്കും ലോകം പോകുന്ന അതേ വഴിയിൽ പോകാനുള്ള ആ ഒരു പ്രവണതയാകും നമുക്കുണ്ടാകുക. വിശുദ്ധ കാസിമിർ, അദ്ദേഹം രാജകൊട്ടാരത്തിൽ ജനിച്ച് രാജകുമാരനായിട്ട് വളർന്നു വന്നവന്. കാണുന്നുണ്ട് അദ്ദേഹത്തെ പഠിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചത് ആശ്രമവാസം നടത്തിയിരുന്ന ഒരു ജോണാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കീഴിലാണ് പഠനം ലഭിച്ചത്. ഈ ജോണ് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് കാസിമീറിന് ചെയ്തു കൊടുക്കാൻ സാധിച്ച ഒരു കാര്യം, ദൈവഭക്തിയിൽ വളരാൻ അവനെ പ്രേരിപ്പിച്ചു. ദൈവഭക്തിയിൽ ഒരുപാട് പ്രാർത്ഥിക്കാൻ അവന് പ്രചോദനം ലഭിച്ചു. അതുപോലെ തന്നെ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ഒരുപാട് ചെയ്യാനുള്ള ആ ഒരു പ്രചോദനം ഈ കാസിമീറിന് ലഭിച്ചു. എനിക്ക് ഒരു വ്യക്തിയുടെ ജീവിതം മറ്റുള്ളവരെ എപ്രകാരം സ്വാധീനിക്കുന്നതിന് ഇടവരും എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി അങ്ങനെ വളർന്നു വന്നതുകൊണ്ട് കാസിമീറിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് കൊട്ടാര സുഖത്തെക്കാൾ അവന് ഇഷ്ടപ്പെട്ടത് ആശ്രമ സന്തോഷമാണ്. ആശ്രമ സന്തോഷം. ഇന്ന് ഒരുപക്ഷെ പലരുടെയും പരാതി നമ്മൾ കേൾക്കും, നമുക്ക് മാത്രം ഒരു ചെറ്റപ്പുര, നമുക്ക് മാത്രം വലിയ വിഭവസമൃദ്ധമായ ഭക്ഷണമില്ല, നമുക്ക് ചുറ്റുപാടുമുള്ളവരെല്ലാം എത്ര വിശാലമായിട്ടാണ് ജീവിക്കുന്നത്, എത്ര സുഖജീവിതമാണ് നയിക്കുന്നത്. ഈ മനുഷ്യന് സുഖജീവിതം നയിക്കാൻ അവസരമില്ലാഞ്ഞിട്ടാണോ? അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ടത് ആശ്രമ സന്തോഷം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോൾ, വചനം ജീവിക്കുമ്പോൾ, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ, ശുശ്രൂഷ ചെയ്ത് ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരാനന്ദമുണ്ട്. ആനന്ദം, അതിനാണ് കൂടുതൽ വില കൽപ്പിച്ചത്. പറയുകൊണ്ട് തന്നെ വിശുദ്ധ കാസിമീറിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ വേണമെങ്കിൽ നല്ല മഞ്ചത്തിൽ കിടന്നുറങ്ങാൻ സൗകര്യം ഉണ്ടായിരുന്ന ആ മനുഷ്യൻ കിടന്നത് തറയിലാണ്, നിലത്ത് തറയിൽ. അതുപോലെ ത്യാഗമെടുത്ത് ജീവിച്ചൊരു വ്യക്തി. മാത്രമല്ല അദ്ദേഹത്തിന് രാത്രികാലം എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങുന്നതിനേക്കാൾ കൂടുതൽ സമയം ഇരുന്ന് പ്രാർത്ഥിച്ച വ്യക്തിയാണ്. ഇരുന്ന് പ്രാർത്ഥിച്ച വ്യക്തി. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആസ്വാദ്യമായിട്ട് മാറിയത്. ദൈവഭക്തിയോടൊപ്പം മാതൃഭക്തി, അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. വേണമെങ്കിൽ കല്യാണമൊക്കെ കഴിച്ച് സുഖജീവിതം നയിക്കാമായിരുന്ന ഈ വിശുദ്ധൻ ഇഷ്ടപ്പെട്ടത് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം ഒരു വശത്തെ ലോകത്തിൻ്റെതായ എല്ലാ സുഖസൗകര്യങ്ങൾക്കുമുള്ള സാധ്യത, പക്ഷെ അതിനേക്കാൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടത് ആത്മീയ കാര്യങ്ങൾ, ആത്മീയ സന്തോഷം. പ്രിയപ്പെട്ടവരെ,
1 കൊരിന്തോസ് 13:10 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സന്ദേശം, ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ പിടിച്ചാൽ വലിയ നേട്ടമായിരിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായത് ഉദിക്കുമ്പോൾ അപൂർണമായത് അസ്തമിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആകെപ്പാടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അല്പം വെൽത്തും സെക്സും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണെങ്കിൽ നമ്മുടെ ലോകം വളരെ ഹ്രസ്വമാണ്. നമുക്ക് ദൈവമക്കളെ പോലെ ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത്. അതിനേക്കാളൊക്കെ പൂർണ്ണമായ പലതും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. വിശുദ്ധ മദർ തെരേസയുടെ സഭയിൽ ചേർന്ന് ഒരു വിദേശി, ഒരു സായിപ്പ്, അദ്ദേഹത്തിന് എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം വിട്ടിട്ട് ഈ സഭയിൽ ചേർന്ന് വളരെ വളരെ ദാരിദ്ര്യ ജീവിതം നയിച്ചു. അപ്പോൾ ഇദ്ദേഹത്തെ നേരത്തെ അറിയാമായിരുന്ന പലരും ചോദിച്ചു, സായിപ്പിന് ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു? സുഖമായിട്ട് സ്വന്തം വണ്ടിയെ നടക്കാമായിരുന്നു, സ്വന്തം വീട്ടിൽ കഴിയാമായിരുന്നു, നല്ല ക്രിസ്റ്റൽ പാത്രങ്ങൾ ഉപയോഗിക്കാമായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ട് എന്തിനാ സായിപ്പെ ഇങ്ങനത്തെ ഒരു വിഡ്ഢിത്തം കാണിച്ചത്? അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങളീ പറഞ്ഞ എല്ലാം എനിക്കുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഒന്നില്ലായിരുന്നു, സന്തോഷം. നിങ്ങളീ പറഞ്ഞ ഒന്ന് ഇപ്പോഴെനിക്കില്ല, പക്ഷെ എനിക്കൊന്നുണ്ട്, സന്തോഷം. ഇതാണ് പൂർണ്ണമായത് ഉദിക്കുമ്പോൾ അപൂർണമായത് അസ്തമിക്കും എന്ന് ആ വചനത്തിൻ്റെ അർത്ഥം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഉയർന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനത്തെ ചിന്താഗതിയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പഠിക്കാൻ എളുപ്പമാണ്. ഒത്തിരി പേരുടെ ഇന്നത്തെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ പ്രകടനങ്ങളിലാണ് അവരുടെ ശ്രദ്ധ. നമ്മൾ കണ്ടോ, നാമാൻ, കുഷ്ഠരോഗിയായ നാമാൻ വന്നു. എലീഷ പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, പോയിട്ട് ജോർദാൻ നദിയിലൊന്ന് മുങ്ങിക്കുളിക്കുക. നാമാൻ കോപിതനായി. അവൻ പറഞ്ഞത്, ഞാൻ വിചാരിച്ചു ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവൻ കൈവീശി കുഷ്ഠത്തെ ശാസിച്ച് മാറ്റി അങ്ങനെ കുറേ പ്രകടനങ്ങളൊക്കെ നടത്തുമെന്ന്. അതൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും അവനത് ഇഷ്ടപ്പെട്ടില്ല, അവൻ കോപിതനായി. ഇതിനേക്കാൾ സിറിയ രാജ്യത്തെ വലിയ വലിയ നദികളൊക്കെ ഉണ്ട്, അവിടെ കിടന്ന് കുളിച്ചാൽ പോരായിരുന്നു. പിന്നെ ഭൃത്യന്മാര് യാചിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ ഒന്ന് ചെയ്ത് നോക്കിയേക്കാം. ഇനി അതോടുകൂടി അവന് സംഭവിച്ചൊരു കാര്യം, അവൻ്റെ ചർമ്മം കുഞ്ഞുങ്ങളുടെ ചർമ്മം പോലെ അത്രയും വെണ്മയുള്ളതായി ശുദ്ധിയുള്ളതായി മാറി എന്ന് നമ്മൾ വായിച്ചു കേട്ട കാര്യമാണ്. പറയുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിത വിശുദ്ധി ഉണ്ടെങ്കിൽ, അനുസരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ, വിശ്വാസം നമ്മളിൽ വളരുന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രകടനങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അതൊന്നും ഇല്ലാതെ കൊണ്ട് തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇന്ന് ചിലർ പിശാചിനെ ഒഴിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഈ പ്രകടനമാണ് പിശാച് പോകാനായിട്ട് ഇടവരുത്തുന്നത് എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. നമ്മൾ കാണുന്നുണ്ട്, പത്രോസിൻ്റെ നിഴലടിച്ചതേ രോഗികൾക്ക് സൗഖ്യം കിട്ടി. പിന്നെ പൗലോസിൻ്റെ ശരീരസ്പർശനമേറ്റ തൂവാല അടുത്തേക്ക് കൊണ്ടുവന്നതേയുള്ള അശുദ്ധാത്മാക്കൾ അലറി വിളിച്ച് ഓടുന്നത് അപ്പോസ്തല പ്രവർത്തനം 19 നമ്മൾ കാണുന്നുണ്ട്. പറയുന്നുണ്ട്, ഇവർക്കൊക്കെ ഉണ്ടായിരുന്നത് ജീവിത വിശുദ്ധി, അതുപോലെ തന്നെ ദൈവത്തെ അനുസരിക്കാൻ, ശ്രദ്ധാപൂർവം അനുസരിക്കാനുള്ള മനസ്സ്, സ്വന്തം കാര്യങ്ങൾ മറന്നിട്ട് ദൈവത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള ആ വലിയ മനസ്സുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ഒരു വാക്ക് കൽപ്പിച്ചാൽ വിട്ടുപോക എന്ന് പറഞ്ഞാൽ പോകുമായിരുന്നു. യേശു തന്നെയാണേലും നമ്മൾ കാണുന്നുണ്ട്, അശുദ്ധാത്മാക്കളുടെ മുമ്പിൽ അവൻ പറഞ്ഞൊരു കാര്യം, വിട്ടുപോയി. അവിടെ കിടന്ന് തലങ്ങം ബലങ്ങം വെട്ടുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒച്ച കൂട്ടി സംസാരിക്കുന്ന ഒരു കാര്യമില്ലായിരുന്നു. പറയുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദൈവികത, ദൈവത്തിൻ്റെ സാന്നിധ്യം, വചനത്തിൻ്റെ അഭിഷേകം, വിശുദ്ധിയുടെ പരിമളം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതുണ്ടെങ്കിൽ ഒരശുദ്ധാത്മാക്കൾക്ക് നമ്മളെ തൊടാൻ പോലും പറ്റില്ല. നമ്മൾ കാണുന്നുണ്ട് 1 യോഹന്നാൻ 5-ാം അധ്യായം 18-ാമത്തെ വചനമെടുത്താൽ, യേശുക്രിസ്തുവിനുള്ളവരെ സാത്താന് തൊടാൻ പോലും പറ്റില്ല. യേശുക്രിസ്തുവിനുള്ളവരെ സാത്താന് കാണുമ്പോൾ പേടിയാണ്. അപ്പം അങ്ങനെയുള്ളവർ മറ്റുള്ളവരുടെ അശുദ്ധാത്മാക്കളെ ഒഴിപ്പിക്കുമ്പോൾ പോലും അവിടെ ദൈവം പ്രവർത്തിക്കും, അവരുടെ ആത്മീയത പ്രവർത്തിക്കും എന്നുള്ള ആ ഒരു കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകളുടെ വെളിച്ചത്തിൽ നമ്മളും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഈശോയിലേക്ക് തിരിയുക, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കുക, അങ്ങനെ വിശുദ്ധിയുടെ പരിമളം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ
നമുക്ക് അത്ഭുതം കാണാൻ പറ്റും. നമ്മളിലൂടെ നിരവധി അത്ഭുതങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. ഈ തിരിച്ചറിവോടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാനുള്ള ആ കൃപയ്ക്കും അഭിഷേകത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.